GNG ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് കമ്പനി മുന്നേ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ കമ്പനി ബിസിനസ് ചെയ്യുന്നത് പക്ഷേ ഇലക്ട്രോണിക്സ് ബസാർ എന്ന പേരിലാണ്. കമ്പനി സ്റ്റാർട്ടാകുന്നത് 2006 കമ്പനി മെയിനായിട്ട് ICT, അതായത് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഡിവൈസുകളുടെ അതിൻ്റെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ റീഫർബിഷ്മെൻറ്റിലാണ് കമ്പനി ഫോക്കസ് ചെയ്തേക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, മോണിറ്ററുകൾ അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകൾ ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നതാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളുടെ റീഫർബിഷ്മെൻറ്റുകളാണ് ചെയ്യുന്നത്. അത് ഇന്ത്യയിൽ മാത്രമല്ല, യൂറോപ്പ്, USA, ആഫ്രിക്ക എന്ന കോണ്ടിനെൻറ്റുകളിലെ ഏകദേശം 38ഓളം രാജ്യത്തിൽ കമ്പനി ബിസിനസ് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതായത് ഇലക്ട്രോണിക് വേസ്റ്റുകളുടെ ഡിസ്പോസൽ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ്, വാറൻറ്റീസ്, സർവീസസ്, ഇൻസ്റ്റാളേഷൻസ്, ഇതൊക്കെയാണ് കമ്പനി മെയിനായിട്ട് കോറായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത്. കമ്പനിക്ക് ഇന്ത്യയിൽ തന്നെ HP, ലെനോവോ എന്നീ കമ്പനികളുമായിട്ടുള്ള ബൈബാക്ക് എഗ്രിമെൻറ്റ് കോൺട്രാക്റ്റുകളുണ്ട്. അതായത് ഒരു ബൾക്ക് എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിക് ഗുഡ്സിന് വേണ്ടിയിട്ടുള്ളത്. ഏറെക്കുറെ 460 കോടി രൂപയുടെ IPO ആണ് ലിസ്റ്റ് ആകാൻ പോകുന്നത്. അതിൽ 400 കോടി ഫ്രഷ് ഇഷ്യൂ ആണ്, 60 കോടി ഓഫർ ഫോർ സെയിലാണ്. IPO സ്റ്റാർട്ട് ആകുന്നത് ജൂലൈ 23 ക്ലോസ് ആകുന്നത് ജൂലൈ 25 അലോട്ട്മെൻറ്റ് ഡേറ്റ് ജൂലൈ 28 ഇപ്പോഴത്തെ ഒരു ഗ്രേ മാർക്കറ്റ് പ്രീമിയം എക്സ്പെക്ട് ചെയ്തത് 35%. അതുപോലെ റീറ്റെയിലേഴ്സിൻ്റെ കോട്ട എന്ന് പറയുന്നത് 35% തന്നെയാണ്. അതുപോലെ കമ്പനിയുടെ പ്രൈസ് ബാൻഡ് വരുന്നത് 225-നും 237-നും ഇടയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു ലോട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏറെക്കുറെ 14,135 രൂപയായിരിക്കും. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നതും ഒരു ലോട്ട് തന്നെയാണ്. കമ്പനിയുടെ മെയിനായിട്ടുള്ള ഫൈനാൻഷ്യൽ ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ 2023 റവന്യൂ 662 കോടിയും അത് 2024 1143 കോടിയും അത് 2025 1420 കോടിയും ആയിട്ടുണ്ട്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് 2023 32 കോടിയും അവിടെ 2024 അത് 52 കോടിയിലേക്കും അത് 2025 69 കോടിയിലേക്കും ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പം ഓവറായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് 24%, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 32%, മുന്നത്തെ വർഷത്തേക്കാളും അതായത് 2024 2025 കൂടിയിട്ടുണ്ട്. ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഞാനൊരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെന്റ് ബ്രോക്കറും അല്ല. സോ എപ്പോഴും പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. താങ്ക്